ഹലോ കൂട്ടുകാരെ, ഇന്ന് ഞാനിവിടെ ഇത് അഴിച്ചിരിക്കുന്ന ഒരു എയർ പ്യൂരിഫയറാണ്. അത് എനിക്ക് കിട്ടിയത് വർക്ക് ചെയ്യുന്നില്ല. ഇതിൻ്റെ കംപ്ലൈൻറ്റ് ഇവിടെ ഇത് ആദ്യം ഇത് അഴിക്കാൻ ഇവിടുത്തെ ഇതൊരു ലോക്കാണ്. ലോക്ക് പ്രസ് ചെയ്യുമ്പോൾ ഇതിങ്ങനെ പോരും. ഇത് വന്നു കഴിയുമ്പോൾ ഇവിടെ 4 സ്ക്രൂ ഉണ്ട്. ഈ 4 സ്ക്രൂ അഴിച്ച് കഴിയുമ്പം ഇവിടെ ഈ ബ്ലാക്ക് നെറ്റ് കണ്ടില്ല, ആ നെറ്റ് എല്ലാം ലോക്കുകളാണ്. ആ ലോക്കെല്ലാം പ്രസ് ചെയ്ത് നമ്മൾ അൺലോക്കാക്കി എടുത്ത് കഴിയുമ്പോൾ ഇവിടെ ഒരു ഫാനിങ് ഉണ്ട്. ഈ ഫാൻ വെറുതെ ഇത് ടൈറ്റ് ചെയ്തിട്ടില്ല. ഇത് അഴിച്ച് കഴിയുമ്പോൾ തന്നെ ഇതിൻ്റെ സൈഡിൽ രണ്ട് സ്ക്രൂ ഈ ഭാഗത്ത് ഒരു സ്ക്രൂ, ഈ ഭാഗത്ത് ഒരു സ്ക്രൂ ഉണ്ട്. അത് കഴിഞ്ഞ് ഇതിൻ്റെ ഫിൽറ്റർ എടുത്ത് കഴിഞ്ഞ് ഇവിടെ അഴിച്ച് കഴിയുമ്പോൾ ഇവിടെ 2 സ്ക്രൂ ഉണ്ട്. ഇതൊരു സ്ക്രൂ, ഇവിടെ ഒരു സ്ക്രൂ. അപ്പോൾ ഈ 4 സ്ക്രൂവും കൂടെ അഴിച്ച് കഴിയുമ്പം ഇത് ഓപ്പണായി വരും. ഓപ്പണായി കഴിയുമ്പോൾ ഇതിൻ്റെ അകത്ത് ഇതാണ് ഇതിൻ്റെ അകത്തെ ഇത് ബോർഡുകൾ, അതിൻ്റെ വാട്ടർ വലിച്ചെടുക്കുന്ന സ്ഥലമാണ്. വാട്ടർ ബോക്സ് ഉണ്ട് ഇതിന്. വെള്ളം ഒഴിച്ച് വെക്കണം. ഇതാണ് അതിൻ്റെ SMPS ബോർഡ്. ഈ ബോർഡ് ഇവിടെ പ്രസ് ചെയ്ത് വെച്ചേക്കും. ഇതാണ് ഇതിൻ്റെ ബോർഡ്. ഇതിൻ്റെ എന്തോ വെള്ളം ഇതിൻ്റെ അകത്തുനിന്ന് ലീക്ക് ചെയ്തിട്ട് അതിൻ്റെ ബോർഡിൻ്റെ കപ്പാസിറ്ററുകളെല്ലാം പോയിട്ട് ഇത് അങ്ങനെ ഇരിക്കുകയാണ്. അപ്പോൾ ഞാൻ നേരിട്ടൊരു 12 വോൾട്ടിൻ്റെ ഒരു ട്രാൻസ്ഫോമർ ഉണ്ടെങ്കിൽ ഇത് വർക്ക് ചെയ്യിച്ചാൽ ഞാനിത് ഒരു 12 വോൾട്ട് അഡാപ്റ്റർ ഉണ്ടായിരുന്നു എൻ്റെ കയ്യിൽ. അത് വെച്ച് ഇതിൻ്റെ ഈ 12 വോൾട്ട് കൊടുക്കാമെങ്കിൽ ഇതൊന്ന് വർക്ക് ചെയ്യിച്ച് ഞാനിതിപ്പോൾ അങ്ങനെ കൊടുത്ത് ഇതൊക്കെയായി. ഈ ബോർഡ് മാറ്റിയിട്ട് നമ്മൾ അവരുടെ 12 വോൾട്ടിൻ്റെ കറണ്ട് ഡയറക്റ്റ് കൊടുത്താൽ ഈ സാധനം വർക്ക് ചെയ്യും. ഓക്കെ.